ചാലക്കുടിക്ക് പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന് മാച്ചായിട്ടുള്ള മാല എടുക്കണം. പിന്നെന്തുറ്റാ, പിന്നെ നമ്മുടെ തലേ ദിവസത്തിനുള്ള ഡ്രസ്സ് എടുക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് ചാലക്കുടിക്ക് പോണത്. അപ്പൊ ഗ്രേസ് സ്കൂളിൽ പോയി. അപ്പൊ ചേട്ടൻ വന്ന് ഇപ്പൊ തന്നെ കുറച്ച് സാധനം മറന്നു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയേക്കാം. അപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. സ്റ്റീവേ എങ്ങോട്ട് പോണേ? ചമ്പ എങ്ങോട്ട് പോണ കൊച്ച്? എന്നിട്ടത് ലൈറ്റാണ്. അപ്പൊ അതേ സണ്ണ ചേട്ടൻ എത്തിപ്പോയി. ഞാൻ അടച്ചപ്പോ കംപ്ലീറ്റ് ആയിട്ട് അടച്ചില്ലാന്ന് മാത്രം. വണ്ടിമേ അടയ്ക്കാൻ വരും വീണ സൈഡിലെ റെയിൻ ഗാർഡ് ഒടിഞ്ഞു പോയിണ്ടായല്ലോ. ഒരു കടയിൽ ചോദിച്ചിട്ടും കിട്ടണല്ലോ. അവസാനം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. പക്ഷെ ഒരു സിൽവർ ലൈൻ. അപ്പൊ എന്നിട്ട് ചെയ്യാ? ഒന്നും ചെയ്യാനില്ല, നമ്മള് ബ്ലാക്ക് സ്റ്റിക്കർ അടിച്ചിടാം. അപ്പൊ അവരെ കൊണ്ട് ഫിറ്റ് ചെയ്യിപ്പിക്കണേ. അപ്പൊ ഇത് ഫുൾ 4 സാധനം മാറ്റോ അതോ ഒരു സൈഡ് മാത്രോ? 4 മാറ്റോ അല്ലെങ്കിൽ വ്യത്യാസമായിട്ട് വെക്കില്ലേ? ഞങ്ങളെ ചാലക്കുടിയിലെത്തി. അപ്പൊ എന്റെ ഷൂ ശരിയാക്കി തന്നാ. അതിന്റെ അടിയിലത്തെ സ്റ്റിച്ച് ഇത് പോയിട്ടുണ്ടായിരുന്നു, പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സൂപ്പറാക്കി തന്നു അല്ലേ? ഗ്ലൂ വെച്ച് ഒട്ടിച്ചേക്കണം. എന്തായാലും ഒട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സൂപ്പറായി. തന്നെ ഇറങ്ങി പിന്നെ പിടിക്കും ഉറങ്ങി. അപ്പൊ ഡ്രസ് ഡിസൈൻ ചെയ്യാൻ കൊടുക്കണത് സീനാസ് ബൊട്ടീക്കാണ് കേട്ടാ, ചാലക്കുടിയില്. ബാറ്റേരൊക്കെ ഇത് ഷോറൂമിന്റെ മുകളിലാണ്. അപ്പൊ അവിടേക്കാണ് എത്തിയേക്കണേ. പോവാ. അപ്പോൾ ഇനി സമയം കളയാണ്ട് വേഗം നമ്മുടെ സീനാസ് ഡിസൈനർ ബുട്ടിക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ സ്ഥലത്തെ ഡ്രസ്സുകളൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. എനിക്കപ്പോൾ അത്ര വലിയ സംതൃപ്തി വന്നില്ല. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ പെട്ടെന്ന് ഫാസ്റ്റായിട്ടല്ല കാര്യം ചെയ്തു തരും. എനിക്ക് നാളെ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടൈമും ഇല്ല. ശരിക്കും ഒരു ട്രഡീഷണൽ ഒരു ലുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഒരു സ്റ്റൈല്. അപ്പോൾ അത് എനിക്കൊരു വ്യത്യസ്തമാവണമെന്നും ആഗ്രഹമുണ്ട്. എല്ലാവരിൽ നിന്ന് ചെറിയതായിട്ട് വ്യത്യസ്തമായി നിൽക്കണം എനിക്ക് ആഗ്രഹമുണ്ട്, കാരണം അനിയനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയായിട്ട് ഞാൻ ഡിസ്കഷനൊക്കെ നടത്തി. അപ്പോൾ ചേച്ചി എനിക്ക് കുറേ ഐഡിയകളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാൻഡ് വർക്കിലും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ വന്ന് ഡിസൈൻ ചെയ്ത് തരാനൊന്നും പറ്റിയില്ലെങ്കിലും വീഡിയോ കോളൊക്കെ വഴി അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തയ്ച്ച് സെറ്റാക്കി തരും. ഞാൻ ഫൈനൽ റിസൾട്ട് എനിക്ക് നെക്സ്റ്റ് ഡേ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ജ്യൂസി ഷോപ്പിലെത്തി. സ്റ്റീവ് അപ്പോഴേക്ക് എഴുന്നേറ്റു കൂട്ടാ. അപ്പോൾ ഞാൻ പൈനാപ്പിൾ ജ്യൂസും സനചേട്ടൻ ഒരു പപ്പായ മിൽക്ക് ഷേക്കാണ് പറഞ്ഞായിരുന്നത്. പിന്നെ സ്നാക്സും പറഞ്ഞായിരുന്നു. അതിൻ്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏകദേശം കാര്യങ്ങളെല്ലാം സെറ്റായിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു എനിക്ക് പെട്ടെന്ന് സമയം പോണ പോലെ ഫീൽ ചെയ്യണു. കാരണം ഇനിയും കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഷോപ്പ് ചെയ്ത് അങ്ങനെ തിരിച്ച് വരാറില്ല. കാരണം നമുക്ക് നമ്മുടേതായ ഒരു കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടില്ല ഇപ്പോഴും. എൻ്റെ തലേ ദിവസമായിരുന്നു എനിക്കൊരു എന്ത് ചെയ്യണമെന്നൊരു ഐഡിയയിലാണ്ടിരുന്നത്. പക്ഷെ എന്തായാലും എനിക്ക് ഇവർ ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്തു തരുന്നൊരു ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് വെഡ്ഡിങ് യൂണിക്കിലെത്തി. നമുക്ക് ഞാൻ മനസ്സമ്മതത്തിനുള്ള മാല നോക്കാൻ വന്നേക്കുന്നതാണ് കേട്ടോ. ഇതൊരു റെൻ്റൽ ഷോപ്പാണ്. അപ്പോൾ ഞാൻ സാരി കൊണ്ടുവന്നായിരുന്നു. ഈ സാരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ചേച്ചി എനിക്ക് കുറേ സജഷൻസൊക്കെ തന്നു. ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെ ഒരു ആൾ പറഞ്ഞ് തരുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ കുറേ മാലകളൊക്കെ വെച്ച് നോക്കി. അപ്പം അങ്ങനെ ഞങ്ങളത് ഫൈനലൈസ് ചെയ്തു. അപ്പോൾ കുറേ മാലകളും വളകളും അങ്ങനെ കമ്മലുകൾ നമുക്ക് വെഡ്ഡിങ്ങിനാണെങ്കിലും ഇപ്പം എന്തെങ്കിലും പാർട്ടിക്കാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് ഒരു ദിവസം ഇവിടെ നിന്ന് ഞാൻ റെൻ്റ് എടുത്തായിരുന്നു, മാല റെൻറ്റിന് എടുത്തായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു മാലയൊക്കെ സെലക്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി നേരെ അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ അവസാനിച്ച് ഞങ്ങൾ ഗ്രേസിന് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഗ്രേസിൻ്റെ സ്കൂളിൽ നിന്ന് വിടേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആ വഴി കൂടെ പാസ് ചെയ്യണം. അപ്പോൾ ഗ്രേസ് ഒട്ടിക്കുന്ന ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരിക്കും. ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾ ചെല്ലുമ്പോ ഓക്കെ എനിക്ക് അത് കഴിഞ്ഞിട്ട് പോവാം. അല്ലെങ്കിൽ നാളെ മനസ്സമ്മതത്തിന്റെ തലേദിവസമാണ്. പോകുമ്പോ വണ്ടിയുടെ ഒരു സൈഡിൽ മാത്രം എന്തോ പൊട്ടി പൊളിഞ്ഞു പോലെയിരിക്കും.
നാളെ എന്റെ മനസ്സമ്മതത്തിന്റെ തലേദിവസം. അപ്പൊ നമ്മുടെ പെണ്ണിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. എല്ലാം കൂടി പെട്ടെന്നല്ലേ, എന്തൊരു പെട്ടെന്ന് സമയങ്ങള് പോണ്. നമ്മള് കല്യാണം പറഞ്ഞപ്പോ കല്യാണമായി. എനിക്കങ്ങനെ തോന്നില്ല, എനിക്ക് പെട്ടെന്നായ പോലെ തോന്നുന്നു. ചേച്ചി ഒരു സീവപ്പോ ചേച്ചിയുടെ സ്കൂളിലെത്തി. സീവ് ചേച്ചിനെ കൊണ്ടുവരാട്ടപ്പാ. ചേച്ചി ചേച്ചി അപ്പയുടെ കൂടെ പൊക്കോ, അപ്പയുടെ മടിയിലിരുന്നോ. പൊക്കാൻ പറ്റോ? അപ്പയും മോനോട് ഇന്നോട്ട് ഇപ്പൊ വരാട്ടമ്മ. വണ്ടി ഓടിക്കാൻ പോയിട്ടോ. അങ്ങനെ ഞങ്ങള് നമ്മുടെ വണ്ടിയുടെ റെയിൻ ഗാർഡ് അന്ന് പൊട്ടിയത് രാവിലെ പറഞ്ഞല്ലോ, അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി. അത് നമ്മുടെ അപ്പൊ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. നമ്മുടെ ചാലക്കുടി തന്നെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടാ. ഷോപ്പിന്റെ പേര് കാർ സ്റ്റൈൽ എന്നാണ് കേട്ടാ. കാർ സ്റ്റൈൽ. ഇവിടെ വടംവലി മത്സരം നടത്തിക്കൊണ്ടിരിക്കണ്ട. നമ്മുടെ സൈഡിലത്തെ ചേട്ടൻ ഒട്ടിച്ചോണ്ടിരിക്കുന്നു. ചേട്ടൻ എന്താ ചെയ്യണ്ട സ്റ്റീവേ? എന്തൊരു ചേട്ടൻ കാണിക്കുന്നേ. അങ്ങനെ ഞങ്ങളിതേ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടാ. എന്നിട്ടാണ് ഇനി നെക്സ്റ്റ് സ്ഥലം വീട്. ഞാൻ പുറത്തിറങ്ങി നോക്കിട്ട് പറയാം. ഞാൻ കണ്ടില്ലല്ലോ വണ്ടിയുടെ ഉള്ളല്ലേ. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് കൊട്ടിക്ക, കല്യാണം കഴിയട്ടെ. ഞങ്ങളെ വീട്ടിലെത്തിട്ടാ. ഇവിടെ പന്തല് ബാക്കിലേക്ക് കിട്ടൂലേ? ഞാൻ കണ്ടില്ല, അവിടെ പന്തലൊക്കെ ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ആപ്പട ചേച്ചനുണ്ടെന്ന് തോന്നണേ. ഇപ്പൊ വരാടി, ഇപ്പൊ വരാ. അപ്പൊ നമ്മുടെ വീടിന്റെ ബാക്കില് പന്തലൊരുങ്ങി. സൂപ്പർ അല്ലേ? ഞാൻ മുകളിലൊക്കെ ഒന്നും വെച്ചിട്ടില്ല. ജസ്റ്റ് മുകളിലത്തെ ടാർപ്പായ മാത്രം വലിച്ചു കെട്ടിട്ടുള്ളൂ. ഇവിടെ ആയിരിക്കും നമ്മുടെ ഡാൻസും പരിപാടിയൊക്കെ. വീഡിയോ എടുക്കാൻ ആരെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അതന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്ക. കാരണം ആ സമയത്ത് നമുക്ക് വീഡിയോഗ്രാഫറിനെ കിട്ടിയിട്ടില്ല, നമ്മുടെ ചാനലിന് വേണ്ടിയുള്ള വീഡിയോഗ്രാഫറിനെ. അപ്പം അങ്ങനെ ദേ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. സ്റ്റീവനെ ഒക്കെ വീട്ടിലാക്കി ഞാനും ഗ്രേസ് കുട്ടിയും കൂടി ഇതേ സാഞ്ചലിസ് ബ്യൂട്ടി സലൂണിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഒന്ന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ഹൈഡ്രാ ഫേഷ്യൽ ഞാൻ ബുക്ക് ചെയ്തായിരുന്നു ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രി ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ കുറേ ലേറ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഇന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് വന്നപ്പോഴൊക്കെ തന്നെ കുറച്ച് നേരം ആയിരുന്നു. അപ്പോൾ അങ്ങനെ ദേ നമ്മുടെ കമ്മൽ മാല ഐറ്റംസ് എല്ലാം മൂരി നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ കിടക്കാൻ പോവാണ്. ഗ്രേസ് കുട്ടിയാണ് കേട്ടോ എനിക്കിന്ന് ക്യാമറ കൈകാര്യം ചെയ്യണേ. ഗ്രേസിൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണമെന്നുണ്ട്. ലെങ്ത്ത് അധികം കുറയ്ക്കാണ്ട് എന്തെങ്കിലും ഒരു സ്റ്റൈൽ കട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരു ദിവസം കൂടിയുള്ളൂ നമുക്ക് മനസ്സമ്മതത്തിന് വേണ്ടി. അപ്പോൾ അതിന് നമ്മുടെ പരിപാടികൾ വേഗം തീർക്കണ്ടേ. ഞാൻ എൻ്റെ ത്രെഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ പാർലറിൽ തന്നെയാണ്. എൻ്റെ ഹെയർ കട്ടും കാര്യങ്ങളെല്ലാം ഇത് മാളയിലാണ് കേട്ടോ. മാളയിലുള്ള ഇവിടെ തന്നെയാണ് മിക്കപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണാറുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും വന്ന് നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയി. പിന്നെ ഇവിടെ ഇപ്പോൾ ഓണൊക്കെ വരല്ല. അപ്പോൾ ഈ മാസം ഇവർ കുറേ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് സർവീസായിട്ടാണ് കേട്ടോ അവർ ഗിഫ്റ്റ് തരുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കൊരു ഗോൾഡ് കാർഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ അങ്ങനെ കാർഡ്സൊക്കെ അവർ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ഗിഫ്റ്റായിട്ട് ഒരു സർവീസ് നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ തരും. അപ്പോൾ
എൻ്റെ അതേ ഫേഷ്യൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗ്രേസ് കുട്ടി കുറച്ച് നേരം അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു. നല്ല ആൾ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് വീഡിയോ ഒക്കെ എടുത്താലും നല്ല ഉഷാറായിട്ടായിരുന്നു കേട്ടോ നിന്നായിരുന്നത്. സ്റ്റീവിനെ കൊണ്ടുവന്നില്ല, സണ്ണിച്ചേട്ടൻ്റെ അടുത്ത് ആക്കിയിട്ട് പോകുന്നു. കാരണം നമുക്ക് കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്തായാലും ഒരു മണിക്കൂറിന് മുകളിൽ നമ്മൾ എന്തായാലും ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം വാശിയൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ദേ നമ്മുടെ പരിപാടികൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ചാലക്കുടിയിലത്തെ ബൊട്ടിക്കിൻ്റെയും ഇവരുടെ നമ്പറൊക്കെ ഞാൻ മെൻഷൻ ചെയ്തേക്കാട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഇനി ചെടപടേ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകണം. അപ്പോൾ ഗ്രേസിനോട് ഞാൻ അവിടുത്തെ ആൻറ്റീനോട് പറഞ്ഞു, ഗ്രേസിൻ്റെ ഹെയർ വാഷ് ചെയ്ത് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തോ, എന്നെ വെയിറ്റ് ചെയ്യേണ്ട, കാരണം എൻ്റെ ചെയ്ത് വരുമ്പോഴേക്കും എന്തായാലും ടൈം പിടിക്കും. പിന്നെ അവർ കറക്റ്റായിട്ടെല്ലാം ചെയ്തോളും. ഇപ്പോൾ ഗ്രേസിനാണെങ്കിലും ഞങ്ങൾ ഇവിടെയാണ് ഞാൻ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഞാൻ പണ്ടേ തുടങ്ങി ഇവിടെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അവളാണെങ്കിലും ഇവിടെ ഓക്കെയാണ്, കാരണം പരിചയമായി, നല്ല പരിചയമായി. അപ്പോൾ ഗ്രേസ് എൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അങ്ങോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കല്യാണത്തിന് മനസ്സമ്മത്തിന് തിരക്കുകളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ലേറ്റായിട്ട് പോണത്. ആക്ച്വലി ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സമ്മതം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് എഡിറ്റ് ചെയ്തിടാനുള്ളൊരു ടൈം ഗ്യാപ്പ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി ഡിലേ വരുന്ന. മനസ്സമ്മതത്തിൻ്റെ വീഡിയോസൊക്കെ നാളെയും ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ പിന്നെ സ്റ്റീവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം. അപ്പോൾ കുറേ പേര് നമുക്ക് വിഷസൊക്കെ അറിയിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഞാൻ സ്റ്റീവിനോട് പറഞ്ഞേക്കാം. അവന് ഇങ്ങനെ താങ്ക് യു പറയാറുള്ളതായിട്ടില്ല. പിന്നെ അനിയന് അതുപോലെ തന്നെ മനസ്സമ്മതത്തിന് കല്യാണത്തിനൊക്കെ വിഷസൊക്കെ കുറേ പേര് അറിയിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. നിങ്ങളുടെ വിഷസും എല്ലാവരും ഞാൻ അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദേ നമ്മുടെ ഫേഷ്യൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാരണം 2-3 ദിവസമായിട്ട് നമ്മുടെ ഉറക്കം ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ കണ്ണടച്ച് ഉറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായി, പക്ഷേ ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ മുഖത്തൊക്കെ മസാജ് ചെയ്തൊക്കെ തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറങ്ങാനൊരു ടെൻഡൻസി വളരെയധികം വരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. നമ്മൾ വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. യൂട്യൂബ് ചാനലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ നമ്മുടെ വൈറ്റ് വ്ളോഗ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ പാക്കൊക്കെ ഇട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോഴേക്ക് ഗ്രേസ് എന്നെ താഴത്തേക്ക് കൊണ്ടുപോയി ഗ്രേസിൻ്റെ ഹെയർ വാഷ് ചെയ്യാണ്. ഗ്രേസ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ സ്കൂളിലേക്ക് അവൾക്ക് ഷോർട്ട് ഹെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലൊക്കെ കട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ആൾ അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പിന്നെ അങ്ങനത്തെ വാശിയും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്ക്. മുടി വെട്ടാനാണെങ്കിലും അങ്ങനത്തെ വലിയ വാശിയൊന്നുമില്ല. സ്റ്റീവാണ് മുടി വെട്ടണ നേരത്തെ ഇച്ചിരി ബഹളമൊക്കെ വയ്ക്കാറ്. കുഞ്ഞിലൊന്നും അവൾക്ക് അങ്ങനെ മുടി വെട്ടുമ്പോൾ അത്ര വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാറുണ്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ആശാത്തി അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരോടൊക്കെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഓടിച്ചാടി ഒക്കെ നടക്കുമായിരുന്നു. പിന്നെ ചോക്ലേറ്റൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അങ്ങനത്തെ ഹെയർ വാഷ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ മേക്കപ്പ് ഇവിടെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. മനസ്സമ്മതത്തിന് തിളങ്ങണ്ടേ കല്യാണത്തിനും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് അതനുസരിച്ച് രാവിലെയൊക്കെ വരണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങളിവിടെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രേസി ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് ഹെയർ കട്ട് ചെയ്യാണ്. ഹെയറിന് അധികം ലെങ്ത്ത് കുറയ്ക്കാണ്ട്, കാരണം കല്യാണത്തിനൊക്കെ ഇങ്ങനെ അഴിച്ചിടുമ്പോൾ നല്ല ഭംഗി വേണമല്ലോ, എന്നാൽ ഇച്ചിരി ഇതായിട്ട് കിടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ കട്ട് ചെയ്യാൻ ഒരു സജഷൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇങ്ങനെ ലെയർ പോലെ കട്ട് ചെയ്തിടാം, അപ്പോൾ ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ കട്ട് ചെയ്തു. അപ്പോഴേക്കും എൻ്റെ ഇവിടെ പരിപാടികൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മാറി മറിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുഖംമൂടിയൊക്കെ വെച്ച് ഞാൻ എന്ത് ചെയ്യുക അവിടെ കിടക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എൻ്റെ പരിപാടികളൊക്കെ അവസാനിക്കും. അപ്പോൾ അനിയനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്റ്റീവിൻ്റെ അടുത്ത് സണ്ണിചേട്ടൻ ആയതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റില്ല. പിന്നെ രാത്രിയായി.
അപ്പോൾ അതുകൊണ്ട് ദേ എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ നേരെ താഴത്തേക്ക് പോവാണ്. അവിടെ ഹെയർ കട്ടിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും ഹെയറൊക്കെ കട്ട് ചെയ്ത് ഡ്രയറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അവൾക്ക് എന്നെ കണ്ടപ്പോൾ പെട്ടെന്നൊരു നാണമൊക്കെ വന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഗ്രേസിൻ്റെ ഹെയർ കട്ടെന്ന് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ലെങ്ത് ഒന്നും അധികം കുറയ്ക്കാണ്ട് എന്നാൽ എപ്പോഴും അവൾക്ക് ക്ലിപ്പ് കുത്താനോ ഹെയർ ബാൻഡൊന്നും വയ്ക്കാനോ ഒട്ടും വലിയ ഇഷ്ടമില്ല. ഇങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെ നടക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഇച്ചിരി ഷോർട്ട് വേണമെങ്കിൽ ആക്കാമായിരുന്നു, പക്ഷെ ഞാൻ കട്ട് ചെയ്യിപ്പിച്ചില്ല. കാരണം കല്യാണം ആയതുകൊണ്ട് നമ്മൾ മുഖത്ത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇത് കഴിയുമ്പോൾ ഒന്നും കൂടി ഫ്രണ്ടും ബാക്കും ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ കൊച്ചിന് അതൊരു കംഫർട്ടബിൾ ആവുമല്ലോ. അപ്പോൾ ഇതാണ് ഗ്രേസിൻ്റെ ഹെയർ കട്ട്. ഗ്രേസ് ഭയങ്കര ഹാപ്പിയായി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തപ്പോൾ. അപ്പോൾ അങ്ങനെ ഗ്രേസിൻ്റെ ഹെയർ കട്ടൊക്കെ അവസാനിച്ചു, എൻ്റെയും പരിപാടികളൊക്കെ അവസാനിച്ചു. ഇനി ഞങ്ങളിതേ എൻ്റെ അനിയന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇമ്മാനും നമ്മുടെ കല്യാണ ചിക്കനും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും അവരെത്തി. ഷോപ്പുകളൊക്കെ അടച്ചു വിട്ടാ നമ്മുടെ ഏരിയത്തെ, കാരണം ഞാൻ എത്താൻ തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അഷ്ടമിച്ചിട്ടുള്ള ചിക്കീഷിലെത്തി. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരത്തെ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്തിന് അവർ തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.